ഇന്ന് കർക്കിടക വാവാണ്. പിതൃമോക്ഷത്തിനായി ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. സംഘമൂത്തുനിന്ന് ബി അരുണും ഒപ്പം തന്നെ ആലുവയിൽ നിന്ന് ഡാനിപ്പോളും തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ കാണാം. തിരുവനന്തപുരത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ്. അതിരാവിലെ മുതൽ പുലർച്ചെ 3 മണി മുതൽ പലയിടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ശംഖുമുഖം കടപ്പുറത്ത് ആണ് പ്രധാനപ്പെട്ട ഒരു തലസ്ഥാനത്തെ ഒരു ബലിതർപ്പണ കേന്ദ്രം. അവിടെ വലിയ തിരക്കാണ്. അതിരാവിലെ മുതൽ 3 മണി മുതൽ ഉണ്ടായിരുന്നത്. 11 മണി വരെ അവിടെ ചടങ്ങുകൾ നീളുമെന്നാണ് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. ഏതായാലും വലിയ തിരക്ക് ഇവിടെയുണ്ട്. ശംഖുമുഖത്തിന്റെ പ്രത്യേകത ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം കടലിൽ സ്നാനം ചെയ്യാനുള്ള സൌകര്യമായിരുന്നു, കുളിക്കാനുള്ള സൌകര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുവദിക്കുന്നില്ല. കടൽ പ്രക്ഷുബ്ധമാണ്. ശംഖുമുഖത്ത് ഇപ്പോൾ ഈ തീരം നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രവൃത്തികളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് വെച്ച് ഇവിടേക്ക് ആളുകളെ കടലിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത ലൈഫ് ഗാർഡുകളും പോലീസും ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കടലിലേക്ക് ഇറങ്ങി കുളിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ ഇത്തരത്തിൽ ബലിയിട്ട ശേഷം ചടങ്ങുകൾക്ക് ശേഷം ഇവിടെ ബലി ചോറ് പുറകിലേക്ക് കടലിലേക്ക് ഇടുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യം മാത്രമേ ഇവിടെയുള്ളൂ. പ്രതീകാത്മകമായി ചെയ്യാൻ മാത്രമേ ഇപ്പോൾ കഴിയുകയുള്ളൂ. അതിൽ തന്നെയാണ് ആളുകൾ ആ വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. വിപുലമായ ക്രമീകരണമാണ് ദേവസ്വം ബോർഡ് ഇവിടെ ബലിതർപ്പണത്തിനായി ഒരുക്കിയിരുന്നത്. നിരവധി കേന്ദ്രങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരുന്നു. ചില ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ വ്യക്തികളുമൊക്കെ ബലിതർപ്പണത്തിനുള്ള സൌകര്യം ശംഖുമുഖം കടപ്പുറത്ത് ഏർപ്പെടുത്തിയിരുന്നു. ശംഖുമുഖം തീരത്ത് ബലി അർപ്പിച്ച ശേഷം ക്ഷേത്ര ദർശനം നടത്തിയാണ് വിശ്വാസികൾ മടങ്ങുന്നത്. വലിയ തിരക്ക്, മണിക്കൂറുകളോളം നീണ്ട ക്യൂ പലയിടങ്ങളിലും പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴും ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ഈ ശംഖുമുഖത്ത് വലിയ രീതിയിലുള്ള തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റു പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളായ വർക്കല പാപനാശത്തും അതിരാവിലെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. വലിയ തിരക്ക് അവിടെയും ഉണ്ടായിരുന്നു. കൃത്യമായ ക്രമീകരണങ്ങൾ വർക്കല പാപനാശം കടപ്പുറത്തും ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലുമൊക്കെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ് തെക്കൻ കേരളത്തെ തലസ്ഥാനത്തെ മറ്റു പ്രധാനപ്പെട്ട ഒരു ബലിതർപ്പണ കേന്ദ്രം. ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ്. അവിടെയും ദേവസ്വം ബോർഡ് വിപുലമായ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെയും ബലിതർപ്പണത്തിനായി രാവിലെ മുതൽ എത്തിച്ചേർന്ന് പലപ്പോഴും അവിടെയും മണിക്കൂറുകൾ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ഏതായാലും തലസ്ഥാനത്ത് തെക്കൻ കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് കർക്കിടക വാവിന്റെ ഭാഗമായുള്ള ബലിതർപ്പണം നടത്തിയത്. വിശ്വാസികൾ ഒരു വർഷത്തേക്കുള്ള അവരുടെ പിതൃപൂജയാണത്. പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനാണ് കർക്കിടക വാവ് ഭാഗമായുള്ള ബലിതർപ്പണമെന്നാണ് വിശ്വാസം. അങ്ങനെ പിതൃമോക്ഷം തേടിയാണ് വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്നത്. ആ വിശ്വാസ പുണ്യം നേടിയാണ് ആളുകൾ ഇവിടെ നിന്ന് മടങ്ങുന്നതെന്നാണ് അവരുടെ വിശ്വാസം. ഏതായാലും ഇങ്ങനെ ബലിതർപ്പണ ചടങ്ങുകൾ എല്ലായിടത്തും വലിയ തിരക്ക് തന്നെ, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൃത്യമായ ക്രമീകരണങ്ങൾ സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും ഒക്കെ ഒരുക്കി ബലിതർപ്പണ ചടങ്ങുകൾ ഇന്ന് നടന്നത് ആ രീതിയിലാണ്. കർക്കിടക വാവുബലിക്ക് ഇവിടേക്ക് എത്തുന്നതിന് ആലുവ മണപ്പുറത്ത് വിപുലമായ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരുന്നത്. പുലർച്ചെ ഇന്ന് 2 മണിയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് ആരംഭമായത്. ക്ഷേത്രം മേൽശാന്തി ആണ് ഈ ചടങ്ങുകൾക്ക്, മല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് തുടക്കമിട്ടത്. ഇതിനുശേഷം ഇവിടെ സജ്ജമാക്കിയ ഏതാണ്ട് 60ഓളം ബലിത്തറകളുണ്ട്. അവിടേക്ക് കൂടുതലായി ഇവിടേക്ക് പിതൃമോക്ഷ ചടങ്ങുകൾക്ക് ബലിതർപ്പണത്തിന് വേണ്ടി എത്തുന്നവരൊരു വലിയ തിരക്കിലേക്കെല്ലാം തന്നെ ആലുവ മണപ്പുറവും പരിസരവും എല്ലാം തന്നെ മാറിയിരുന്നത്. ഒരു രാവിലെ കാണുന്ന ആ തിരക്ക് തന്നെ പിന്നീട് വളരെയധികം സമയം തന്നെ നീണ്ടു നിൽക്കുകയായിരുന്നു. 2 മണി മുതൽ തന്നെ ഈ ആലുവ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആളുകൾ ഇവിടേക്ക് കൂടുതലായിട്ട് തന്നെ എത്തി തുടങ്ങിയിരുന്നു. വളരെ സവിശേഷമായി തന്നെയാണ് ഈ ദിവസത്തിൽ ആലുവയിൽ ഇവിടെ പെരിയാറിന്റെ തീരത്ത് ബലിതർപ്പണം നടത്തുക എന്നതിനെ വിശ്വാസികൾ കാണുന്നത്. മഹാദേവ ക്ഷേത്രത്തിൽ അവിടെ ദർശനം നടത്തി അവിടെ തൊഴുതതിനു ശേഷം ബലിതർപ്പണ ചടങ്ങുകളിലേക്ക് അടക്കം കടക്കുന്ന നിരവധിയായ വിശ്വാസികളെ കൊണ്ട് തന്നെയാണ് പെരിയാറിന്റെ തീരവും പരിസരവും എല്ലാം തന്നെ നിറയുന്നത്. വിപുലമായ ക്രമീകരണങ്ങൾ ഇതിനുവേണ്ടി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നതാണ് ക്ഷേത്രം. ഇവിടെ എത്തുന്നവരുടെ സുരക്ഷയ്ക്ക് തന്നെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങളൊപ്പം ഗ്രീൻ പ്രോട്ടോകോൾ ഇതെല്ലാം തന്നെ നടപ്പാക്കുന്നതിനാണ് കൂടുതൽ ഒരു മുൻഗണനയുമെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ക്ഷേത്ര പരിസരത്തേക്ക് തന്നെ ഇവിടേക്ക് തന്നെ വിന്യസിച്ചിട്ടുണ്ട്. 3
അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പെരിയാറിന്റെ തീരത്ത് അതിൽ പ്രത്യേകം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് കാരണം കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പെരിയാറും ഇതിന്റെ പരിസരവും ക്ഷേത്രത്തിൽ ഭാഗികമായും തന്നെയും ഒരു പ്രളയ സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു. പെരിയാർ നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പരിസരവും എല്ലാം തന്നെ മാറിപ്പോയിരുന്നു. അതുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകൾ ഇക്കുറി വേണ്ടി വന്നു എന്നതാണ്. കാരണം ചെളിയും എക്കലും എല്ലാം തന്നെ അടിഞ്ഞ് മണ്ണെല്ലാം അടിഞ്ഞ് ഈ പരിസരത്തേക്ക് നടന്നുപോലും വരാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വളരെ പെട്ടെന്നാണ് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇത് ഇന്ന് ഇത്രയും അധികം ആളുകൾക്ക് കടന്നു വരാൻ കഴിയാവുന്ന രീതിയിലേക്ക് സജ്ജമാക്കിയെടുത്തത്. ഇവിടുന്ന് ചെളിയും എല്ലാം തന്നെ പൂർണ്ണമായി നീക്കം ചെയ്തു. ക്ഷേത്രം ശുദ്ധീകരിച്ചു. അതിനുശേഷം ഇവിടേക്ക് ഇതിനുവേണ്ടിയുള്ളൊരു ക്രമീകരണങ്ങൾ 60ഓളം ബലിത്തറകൾ ഇവിടെ സജ്ജമാക്കുകയും ലേലം ചെയ്തു അതിനുവേണ്ടി സജ്ജമാക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്നത് ഇത്രയും വലിയ ഒരു പ്രയത്നങ്ങൾക്ക് ശേഷമാണ്. ഇവിടെ എത്തുന്നവർക്ക് പെരിയാറിലേക്ക് ഇവിടെ തീരങ്ങളിലേക്ക് അതിന്റെ ഒരു സ്നാനപ്പടികളിലേക്ക് തർപ്പണത്തിന് വേണ്ടി എത്തുന്നവർക്ക് സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ബാരിക്കേഡുകളും ഒപ്പം ഇവിടെ മുങ്ങൽ വിദഗ്ധരുടെയും അഗ്നിരക്ഷാസേനയുടെയും അടക്കം ഒരു സാന്നിധ്യം സജ്ജമാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും നല്ല ഒഴുക്ക് നിറഞ്ഞ ഒരു ഭാഗം തന്നെയാണ് പെരിയാറും ആലുവ പ്രദേശവും എല്ലാം തന്നെ. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ളൊരു മുൻകരുതലും സുരക്ഷാ സംവിധാനവും എല്ലാം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇവിടേക്ക് ഗതാഗത ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോ ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ സർവീസുകൾക്ക് തുടക്കമിട്ടിരുന്നു. ഇന്ന് പുലർച്ചെ തന്നെയും സർവീസുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് KSRTC ബസ്സുകളും ആലുവ മണപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സർവീസ് നടത്തുന്ന രീതിയിലേക്ക് ഏകോപിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടേക്ക് കടന്നു പോകുന്നവർക്ക് ഇവിടെ എത്തി കൃത്യമായി ബലിതർപ്പണം നടത്തിക്കൊണ്ട് കടന്നു പോകാൻ കഴിയാവുന്ന രീതിയിലേക്ക് അടിസ്ഥാന സൌകര്യങ്ങളടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. മഴയുടെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പെരിയാറിന്റെ പടവുകൾ കേന്ദ്രീകരിച്ച് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഏതായാലും കർക്കിടക വാവിന് ഇവിടെ ആലുവ മണപ്പുറം ക്ഷേത്ര പരിസരം ഇവിടെ എല്ലാം തന്നെ നിരവധിയായ ആളുകളെ കൊണ്ട് തന്നെ നിറഞ്ഞിരുന്ന ഒരു സമയം തന്നെയാണ്. കൃത്യമായ ആളുകൾക്ക് വന്നു പോകാൻ കഴിയാവുന്ന രീതിയിലേക്ക് അതിനുള്ള ക്രമീകരണങ്ങളും സംവിധാനവും എല്ലാം ഏകോപിപ്പിച്ചിട്ടുണ്ട്. ആലുവയിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.